ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ രാവിലെ തന്നെ അസ്മിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഇപ്പിക്കട്ടെ ആളെ മദ്രസക്ക് പറഞ്ഞേക്കാനുണ്ട്. അസ്മിക്കുട്ടാ, നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോകണ്ടല്ലോ, കേട്ടാണ് പറയോ? ഇങ്ങോട്ട് നോക്ക്, നമ്മളിന്ന് ചോറും മീനക്കും ഊണുണ്ട്. ഓടാ ഞാൻ വിളിച്ചോട്. അപ്പോൾ മദ്രസക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ നെച്ചോറും മീനിലേക്കും പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആളതാ ചായയൊക്കെ കൊടുത്തു റെഡിയാക്കി. ഇന്ന് ഇത് ജസ്താത്ത തന്നിരുന്നില്ല, പണ്ട് ഞാൻ വീഡിയോസിൽ ഇട്ടിരുന്നു, ആ ഡ്രസ്സാണ് കേട്ടോ അത്. അങ്ങനെതാ മദ്രസൊക്കെ വിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചിക്കനും പിന്നെ ദോശയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഈ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ്. പിന്നെ ഇന്നത്തെ പ്രകൃതി ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു നേരിയ കാലാവസ്ഥയാണ്, വെയിലൊന്നുമില്ല, ഒരു മഞ്ഞൊക്കെ ഉള്ള. അപ്പോൾ അത് അസ്മിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിനി ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ളവരാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത്. പിന്നെ 11:45 റെയിൻബോക്കാട്ടോ പോണത്. എന്നാ പോ. ഒരു 12:20 ആയപ്പോൾ ഞങ്ങൾ ചോറും മീനിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ തന്നെ ബസ് നിർത്തി തരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റിങ് കിട്ടുക. നമ്മൾ സാധാരണ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഇത് കാണാറല്ലേ ഉള്ളൂ. ഇപ്പോൾ നേരിട്ടുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ തിരക്കായി വരുന്നുള്ളൂ. എന്താ വെച്ചാൽ 12:30 ആയിട്ടോ. അപ്പോൾ പിന്നെ നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കൂടെ എത്ര ആളാണോ ഉള്ളത് അത്രയും ആളുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള സീറ്റ് അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 8 ആളാണ് പോയത്. അപ്പോൾ 8 ആൾക്കുള്ള സീറ്റ് അവർ സെറ്റാക്കി തന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളുടെ ക്രൂ എന്ന് പറഞ്ഞാൽ ഇത്രയും പേര്. ജസ്താത്ത ഉണ്ട്, പിന്നെ ജസ്താത്താൻ്റെ 2 മക്കളുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, പിന്നെ ഞങ്ങളെ ശൈലജ ചേച്ചിയാണ് കേട്ടോ, പിന്നെ ഒരു താത്തയുണ്ട്, പിന്നെ ഉമ്മയുണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഇത്രയും പേരാണ് പോയത്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചാണ് പോകണമെന്ന് പ്രതീക്ഷിക്കാതെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തീവണ്ടിയൊക്കെ പോകണം കേട്ടോ. എന്തോ ഒരു കൗതുകം പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ അസ്മിക്കുട്ടനോട് ബെല്ലടിക്കാൻ പറഞ്ഞു. പിന്നെ ഓനക്ക് എത്തണില്ല, എന്നാലും അവന് ചാടിയിട്ടെങ്കിലും ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തു. ഇവനാണ് വീഡിയോ എടുക്കുന്ന ആള്. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു, 2 ഐറ്റം 3 ഐറ്റം പായസം ഉണ്ടായിരുന്നു. 2 ഐറ്റം പായസം എക്സ്ട്രാ ആണ്. അപ്പോൾ ഞങ്ങൾ അതും വേണമെന്ന് പറഞ്ഞ് അതും കഴിച്ചിട്ടോ. പിന്നെ സദ്യകളുടെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലല്ലേ, അടിപൊളി തന്നെയാണ്. എന്തായാലും കഴിക്കാത്തവരൊന്ന് പോയി കഴിച്ച് നോക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഒരു ബാൽക്കണി പോലെ സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 എന്താ പറയുക, സോഫ അല്ല, അതേപോലെ ഒരു സിറ്റിങ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് എന്താ പറയുക, ബസ്സുള്ളത് 1:40. അപ്പോൾ അതിൽ വരെ ടൈമാണ് കേട്ടോ. ഞങ്ങൾ മേലൊക്കെ കയറി മേലെ ഒന്ന് കാണാൻ വെച്ചാൽ, പക്ഷേ ഇവിടെയുള്ള ആ വ്യൂ അടിപൊളി. എന്തേ കണ്ട ആ ഒരു മഴ മൂടൽ, മേഘങ്ങൾ ഇങ്ങനെ കട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാണാൻ. ഒരു തണുത്ത കാറ്റിങ്ങനെ വരിക കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. പിന്നെ സമയം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1 മണി ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ ഷോപ്പിലെത്തി, അവരൊക്കെ വീട്ടിൽ പോയിട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചായ നിർബന്ധമാണ്. ഭയങ്കര ക്ഷീണം കണ്ട, എൻ്റെ മുഖം കണ്ടാൽ തന്നെ എന്താ അറിയില്ല. പായസമൊക്കെ കുടിച്ച് വന്നു. ഞങ്ങൾ അടപ്പായസമാണ് ഞാൻ കുടിച്ചത് കേട്ടോ. നല്ല രസമാണ്, നല്ല മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കാരണം ജസ്റ്റ് ഒന്ന് കിടന്ന് ഒരു 3 മണി ആയപ്പോഴാണ് പിന്നെ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പോൾ എനിക്കത് ഒരു ഫ്രോക്ക് തയ്ക്കാണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. ഇത് നല്ലൊരു പീച്ച് കളറല്ലേ, പീച്ച് എന്നാൽ പിസ്ത കളർ എന്നാണ് എന്തോ ആണ്. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേന് സമയം 8 മണിയായിട്ട്. അപ്പോൾ അസ്മിക്കുട്ടനുണ്ട് എൻ്റെ കൂടെ, അവന് സൈക്കിളേറ്റാണ് വന്നത്. അപ്പോൾ ഇനി ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.